എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് പലപ്പോഴും ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത രോഗങ്ങളോട് വരുന്നതെന്നുള്ളത്. ഈ NABHന്റെ അക്രഡിഷൻ കിട്ടുന്ന അത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിനിക്കൊക്കെ ആണ്. ഇവിടുത്തെ ചേച്ചിമാരെല്ലാം പക്കയായിട്ടാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ഓരോ സെക്ഷനിലും നമ്മുടെ വാർഡിൽ തന്നെ 3 times അവരൊന്ന് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റണം എന്നുള്ളത് കമ്പൽസറി ആണ്. ഓരോ ബെഡിനും നമ്പർ ഇട്ടിട്ട് അത്ര പങ്ക്ച്വലായിട്ടാണ് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചായയും ഫുഡൊക്കെ അവർ പേഷ്യൻസിന് കൊടുക്കുന്നത്. മെയിൽ വാർഡുണ്ട്, ഫീമെയിൽ വാർഡുണ്ട്, ഓർത്തോ വാർഡുണ്ട്, കാർഡിയക് വാർഡുണ്ട്, പ്രസവ വാർഡുണ്ട്, ചൈൽഡ് വാർഡുണ്ട്, അങ്ങനെ എത്ര വാർഡുള്ള ജനറൽ ഹോസ്പിറ്റലിലെ ഈ എല്ലാ പേഷ്യൻസിനും ഫുഡ് കൊടുക്കുക, അതും ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. വാർഡിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ എല്ലാ വാർഡിലും റിക്ലൈനിങ് ബെഡ്, അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോവും. അതും ഫുൾ AC. ഇതേനടാ സെറ്റപ്പ് സാധനങ്ങളൊക്കെ. മോർച്ചറിയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഞാൻ കണ്ണൂത്തി പോകുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മോർച്ചറി കയറി നോക്കാൻ ഭയങ്കര കൊതി തോന്നി. സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഇങ്ങനെ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും എൻ്റെ സംശയം വേറൊന്നുമല്ല, പൊതുവെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സുമാരൊക്കെ ഒരു മൂരാച്ചി ഗണത്തിലാണല്ലോ നമ്മൾ പെടുത്താറ്. അവരുടെയൊക്കെ ഒരു പെരുമാറ്റത്തിലൊന്നും മാറ്റവും സ്നേഹവും. ഏതായാലും ആശുപത്രിയിലെ എല്ലാ സെക്ഷനിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ബിഗ് സല്യൂട്ട്. കാരണം പറയാതിരിക്കാൻ വരിക അതൊരു സർവീസാണ് കേട്ടോ. ഇനി ആരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, ധൈര്യമായിട്ട് നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വന്നാൽ അടിപൊളി സർവീസ് കിട്ടും. പിന്നെ ഇത്രയും സർവീസൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം ക്യൂ ഒക്കെ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം.